അൽഫുറിബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിൽ. ഇതിൽ ആരും കാണാത്ത വെറൈറ്റി മുട്ട റോസ്റ്റ് ആണ്. വെറും മുട്ട റോസ്റ്റ് അല്ല, ഒരു സംഭവം വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക, കാരണം അത്രയ്ക്കും വെറൈറ്റി സംഭവമാണ്. അപ്പോൾ നിങ്ങൾ മുഴുവൻ കണ്ടില്ലെങ്കിൽ മനസ്സിലാവില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. മുട്ട നമുക്ക് ഇട്ടുകൊടുക്കാം. മുട്ട നമ്മൾ നോക്കിയിടണം, അല്ലെങ്കിൽ സംഭവം പൊട്ടും. ഉരുളി വെച്ച് നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. നല്ല നാടൻ രീതിയിൽ നല്ല മണം കിട്ടാനായിട്ട് നമുക്ക് ആദ്യം വെളിച്ചെണ്ണയിൽ തുടങ്ങാം. പെരുംജീരകം, കറിവേപ്പില, ചെറുതായി അരിഞ്ഞ വെള്ളുള്ളി, ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി, അരിഞ്ഞ പച്ചമുളക്, ഉള്ളി നന്നായി വണങ്ങിയ ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, അല്പം വെള്ളം, അപ്പോൾ മുട്ട നന്നായി പിഴിഞ്ഞ് വന്നിട്ടുണ്ട്, പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിട്ടെടുക്കാം, പച്ചവെള്ളത്തിൽ. ചൂടൊന്നും അറിയണ്ട, നല്ല ചൂടുണ്ട്. സംഭവം നമ്മളിതിൻ്റെ തൊലിയൊന്നും എടുക്കണം. ചൂടൊന്നും ആറട്ടെ, ചൂടൊന്നും ആറിട്ട് വേണം എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കൈ പൊള്ളും. കാരണം അമ്മാതിരി ചൂടാണ്. ചിലതൊക്കെ ഉണ്ടോ നല്ല വിണ്ട് വന്നിട്ടുണ്ട്, ഞാൻ ഇട്ടേനെ പൊട്ടും. അപ്പോൾ മുട്ടൻ്റെ ഈ തോടൊക്കെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. മുട്ടനെ തോട് വലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കോട്ടിയാണ് നമുക്ക് ഈ സാധനം കിട്ടുക. അതാ ഇതും കൂടെ എടുക്കണം. ഇതും കൂടെ എടുത്താലേ നമുക്ക് നന്നായിട്ടുണ്ടാവും. ഇത് കഴിയുമ്പോഴേക്ക് ഒരു 15 മുട്ട നിങ്ങൾ രണ്ടാളും കൂടെ ആത്താക്കിയിട്ടോ? രണ്ടെണ്ണം തിന്നിട്ടുള്ളൂ, 15 തിന്നില്ല. ഇതാ അടുത്ത തിന്നാനുള്ളത്. ടേസ്റ്റ് നമ്മുടെ ധനുഷും മൂന്നരും. ഒരു ദിവസം കുഴിമന്തി. വേവിച്ചെടുത്ത മുട്ടയിൽ നമുക്ക് ഉപ്പും മുളക് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, മുട്ട പൊട്ടരുത്, മെല്ലെ വേണം പരിപാടി ചെയ്യാൻ. എല്ലാത്തിലും ഒന്ന് തേച്ച് കൊടുക്കുക. കുരുമുളക്,
എല്ലാത്തിലും ഒന്ന് നന്നായിട്ട് പുരട്ടി കൊണ്ട് കൊടുക്കുക, നന്നായി പിടിക്കട്ടെ. മുട്ടയൊന്ന് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യം ഓയിൽ, അപ്പോൾ മസാല തേച്ച ഈ മുട്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അല്ലേ. മുട്ട നന്നായി ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വെക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഈ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. മറക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കി കഴിയാൻ വൈകിപ്പോയില്ലേ. വൈകിപ്പോയപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈം കൊടുത്ത് അങ്ങനെ നോമ്പ് തുറന്ന്. അപ്പോൾ ഇനി നമ്മുടെ മുട്ട റോസ്റ്റും ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നോക്കാം. ഇത് വീട്ടിൽ കൊണ്ടുപോകുന്നല്ലേ. സമോസ സ്റ്റാർട്ട് ചെയ്യല്ലേ. നോമ്പ് വെച്ചാ പിന്നല്ല. അപ്പൊ നമുക്ക് ടേസ്റ്റ് അല്ലേ മുട്ട റോസ്റ്റ്? എടുത്തോളാം. ചൂടുണ്ട് അല്ലേ. ചൂടല്ലേ, ഭയങ്കര ഉള്ളതാണ്. ഇന്നെന്തായാലും നോമ്പ് ഉഷാറായില്ലേ? ഇന്ന് എല്ലാവരും ഇവിടെ നോമ്പ് പറയല്ലേ. അൺഎക്സ്പെക്റ്റഡ് നോമ്പ് പറ. എല്ലാം പെട്ടെന്ന് പോയി ജ്യൂസ് വാങ്ങിച്ച് ഗ്ലാസ് വാങ്ങിച്ച് എല്ലാം. സമാധാനം. മഞ്ഞക്കരു നോക്ക്, ടേസ്റ്റ് ചോറിൻ്റെ ഒപ്പം കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ക്യാമറമാൻ സുൽഫി നോമ്പ് തുറന്നിട്ടാണ് വീഡിയോ എടുക്കാൻ നിന്നത് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ ആരും കമൻറ്റ് ഇടണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ, ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ ഇനി ഒരു അടിപൊളി കിഡ്ലി റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.